ഹായ് എവരി വൺ, വെൽക്കം ടു സോൾ ഓഫ് ക്രോഷേ. ഇന്ന് നമ്മളിവിടെ ക്രോഷയുടെ ബേസിക് സ്റ്റിച്ചായിട്ടുള്ള ഹാഫ് ഡബിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അതിനായി യാണും ഹുക്കും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം സ്ലിപ്പ് നോട്ട് ഇടാം. സ്ലിപ്പ് നോട്ട് ഇടുന്നതിനായി കയ്യിലേക്ക് എക്സ് പോലെ ഒന്ന് നൂലിനെ ചുറ്റി കൊടുക്കുക. ശേഷം ആദ്യം ചുറ്റിയ നൂലിൽ കൂടെ മേളത്തെ നൂലിനെ വലിച്ച് ഹുക്കിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ബേസിക് ക്രോഷയുടെ ഫൗണ്ടേഷൻ സ്റ്റിച്ചായിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമേ 11 ചെയിൻ സ്റ്റിച്ചാണ് വേണ്ടത്. 1 2 3 4 5 6 7 8 9 10 11. ഫൗണ്ടേഷൻ സ്റ്റിച്ചായിട്ടുള്ള ചെയിൻ സ്റ്റിച്ചിനെ നമ്മൾ ഇട്ട് കൊടുത്തു. 11 എണ്ണമാണ് ഇട്ട് കൊടുത്തത്. ഹാഫ് ഡബിൾ ക്രോഷയ്ക്കായി ആദ്യം തന്നെ തുടക്കത്തിലുള്ള 2 ചെയിൻ സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് മൂന്നാമത്തെ ചെയിൻ സ്റ്റിച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ 2 ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഹുക്കിന്മേലുള്ള യാണിനെ കണക്ക് കൂട്ടുകയില്ല. അത് നമ്മൾ വർക്കിംഗ് യാണായാണ് കണക്ക് കൂട്ടുന്നത്. അതിനുശേഷമുള്ള 2 ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ സ്റ്റിച്ചിലേക്കാണ് ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനായി ആദ്യമേ യാൺ ഓവർ ചെയ്ത് മൂന്നാമത്തെ ചെയിൻ സ്റ്റിച്ചിലേക്ക് കടത്തി വീണ്ടും യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ ഹുക്കിന്മേൽ 3 സ്റ്റിച്ചുകൾ. ഇപ്പോൾ നമ്മുടെ ഹുക്കിന്മേൽ 3 ലൂപ്സാണുള്ളത്. ആ 3 ലൂപ്സിനെയും കൂടെ വീണ്ടും യാൺ ഓവർ ചെയ്ത് അതിനെ പുറത്തേക്കെടുക്കണം. ആ 3 ലൂപ്സിനെയും ഒരുമിച്ച് തന്നെ പുറത്തേക്കെടുക്കണം. 1 2 3 അങ്ങനെ 3 ലൂപ്സിനെയും നമ്മൾ പുറത്തേക്കെടുത്തു. ഇപ്പോൾ 1 ഹാഫ് ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് ഹാഫ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. വീണ്ടും ചെയ്യുക, ശ്രദ്ധിക്കുക. ഇപ്പോൾ 2 ലൂപ്സ് ഉണ്ട്. നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിലേക്ക് വിട്ടു. വീണ്ടും പുറത്തേക്കെടുത്തപ്പോൾ 3 ലൂപ്സ് 1 2 3 ലൂപ്സ് ഉണ്ട്. വീണ്ടും യാൺ ഓവർ ചെയ്ത് ആ 3 ലൂപ്സിനെ പുറത്തേക്കെടുക്കുന്നു. സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷയാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. വീണ്ടും അതേപോലെ തന്നെ യാൺ ഓവർ ചെയ്യുക. വീണ്ടും ചെയിൻ സ്റ്റിച്ചിലേക്ക് കടത്തി വിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്യുക. 3 ലൂപ്സ്, പിന്നെ യാൺ ഓവർ ചെയ്ത് ആ 3 ലൂപ്സിനെ പുറത്തേക്കെടുക്കുന്നു. ഇനി ബാലൻസ് ഉള്ള ചെയിനിലും കൂടെ ഹാഫ് ഡബിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആ മുഴുവൻ സ്റ്റിച്ചിലേക്ക് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം എത്ര എണ്ണം ഉണ്ടെന്ന്. കാരണം നമ്മൾ തുടക്കത്തിൽ തന്നെ 11 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടിരുന്നത്. അതിൽ നിന്നും 2 ചെയിൻ സ്റ്റിച്ചിനെ നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള 9 ചെയിൻ സ്റ്റിച്ചിലേക്ക് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി ആ 9 എണ്ണം ഉണ്ടോ എന്ന് നമുക്കൊന്ന് കൗണ്ട്. 1 2 3 4 5 6 7 8 9. ആ 9 ഹാഫ് ഡബിൾ ക്രോഷേയും പ്ലസ് 2 ചെയിനും, അതായത് നമ്മൾ തുടക്കത്തിൽ തന്നെ സ്കിപ്പ് ചെയ്തിട്ടുള്ള 2 ചെയിൻ സ്റ്റിച്ചും ഇവിടെ 1 ഹാഫ് ഡബിൾ ക്രോഷേ ആയിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിനെ 1 ഹാഫ് ഡബിൾ ക്രോഷേ ആയിട്ട് നമ്മളാണ് ഇപ്പം കണക്ക് കൂട്ടാറുള്ളത്. ഇത് മൊത്തം കൂടെ ടോട്ടൽ 10 ഹാഫ് ഡബിൾ ക്രോഷേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലോട്ട് വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. അതിനായി ആദ്യമേ തന്നെ ഹുക്കിനെ ആ വർക്കിംഗ് യാണിലേക്ക് ഇൻസർട്ട് ചെയ്യുക. എന്നിട്ട് തുടക്കത്തിൽ തന്നെ 2 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. എപ്പോഴും കണ്ടിന്യൂ ചെയ്യുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ വീണ്ടും 2 ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യണം. 1 2
അങ്ങനെ 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ടേൺ ഓവർ ചെയ്യാം. ടേൺ ഓവർ ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യുകയില്ല, കാരണം അത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടേക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ യാൺ ഓവർ ചെയ്ത് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് എടുക്കുമ്പോൾ 3 ലൂപ്സ് വീണ്ടും 3 ലൂപ്സ് ഉണ്ട്. ആ 3 ലൂപ്സിനെ വീണ്ടും യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ചെയിനിലും കൂടെ ഹാഫ് ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്യാം. ലാസ്റ്റത്തെ സ്റ്റിച്ചിലേക്കും കൂടെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇതിനെ കംപ്ലീറ്റ് ചെയ്യാം. യാൺ ഓവർ, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, വീണ്ടും യാൺ ഓവർ, 3 ലൂപ്സ്, വീണ്ടും യാൺ ഓവർ, 3 ലൂപ്സിനെയും പുറത്തേക്ക് എടുക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ മുഴുവൻ ചെയിനിലേക്കും ഹാഫ് ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 2 ലൈനായിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇത് ക്രോഷ്യയുടെ ബേസിക് സ്റ്റിച്ചായിട്ടുള്ള ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചുകളാണ് ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്, പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ലാത്തൊരു സ്റ്റിച്ചാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ചെയിൻ സ്റ്റിച്ച് ഇടുന്നതും സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതും പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ച് തന്നെയാണ് ഹാഫ് ഡബിൾ എന്ന് പറയുന്നത്. താഴെ കിട്ടിയതുപോലെ തന്നെ മുകളിൽ നമുക്ക് 10 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചുകൾ കിട്ടിയിട്ടുണ്ട്.